നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ നമുക്ക് സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സേമിയ പായസം എല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ്. പക്ഷേ എന്നാൽ പോലും പലരും ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആകാറില്ല. എന്നാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ സേമിയ പായസം പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ 3 ലിറ്റർ പാലിലാണ് സേമിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 ലിറ്റർ പാലെടുത്തപ്പോഴത്തേക്ക് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് ഞാനൊരു കുക്കറിനകത്ത് വെച്ചിട്ട് പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് കുക്കർ അടച്ച് വെച്ച് വെയിറ്റും ഇട്ട് ഒരു 30 മിനിറ്റ് സിമ്മിൽ വേവിക്കുക, പാല് തിളപ്പിക്കുക. എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം വെയിറ്റ് തുറന്ന് നമുക്ക് പാല് അരിച്ചെടുക്കാം. ഈ പാലിൽ ഞാൻ ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാരയും ചേർത്തിട്ടാണ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായിട്ട് ഉരുകി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ വെർമിസെല്ലി അല്ലെങ്കിൽ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 3.5 കപ്പ് സേമിയയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു കാരണവശാലും നന്നായിട്ട് വറുക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കരുത്. അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് സേമിയ പായസം വെക്കുമ്പോഴത്തേക്ക് സേമിയ നമ്മൾ വറുക്കുന്നത് എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടായിരിക്കണം വറുക്കേണ്ടത്. ഒരു കാരണവശാലും സേമിയ ചുമന്നു പോകരുത്. പക്ഷെ നന്നായിട്ട് മൂത്ത് കിട്ടുകയും വേണം. ആ നെയ്യിൽ കിടന്ന് സേമിയ നന്നായിട്ട് മൂക്കണം. പക്ഷേ ചുമന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസത്തിൻ്റെ ഭംഗി പോകും. അപ്പോൾ പക്ഷേ മൂത്തില്ല എന്നുണ്ടെങ്കിലും സേമിയ ഒരുമാതിരി കിടക്കും. അപ്പോൾ മൂക്കുകയും വേണം. അപ്പോൾ സേമിയ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് അരിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത പാലാണ്. അപ്പം നമ്മൾ അത് സേമിയയിലോട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ സേമിയ കട്ട പിടിക്കും. അപ്പോൾ നന്നായിട്ട് ആ തുടക്കത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി അത് തിളയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സേമിയ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇട്ടിട്ട് ഒരിടവും പോകരുത്. കാരണം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നോക്കിക്കാൻ നമ്മുടെ സേമിയ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സേമിയ ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് ചവ്വരി ആഡ് ചെയ്യാനായിട്ട്. ചവ്വരി ഞാൻ ഒരു പിടി ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ചവ്വരി വെന്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു പിടി ചവ്വരി നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് വേവിച്ചു. ഒരു 15-20 മിനിറ്റോളം വരും. വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വേവിക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതും ഈ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കാവും. അപ്പോൾ ചവ്വരി നന്നായിട്ട് വെന്തു. ചവ്വരി നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ സേമിയ പായസത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം വേണം ചവ്വരി ഇടാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാനായിട്ട്. അപ്പോൾ സേമിയയുടെ ആ കൺസിസ്റ്റൻസി നോക്കിക്കുക. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ സേമിയ പായസം എത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ സേമിയ പായസം ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ആ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ല ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പായസമാണെന്ന്. അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്യാം. അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാവൂ. അത് ഓർത്തോളണേ. കാരണം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കഴിയുമ്പോൾ മധുരം കുറച്ചുകൂടി ഒന്ന് കൂടും. എന്നിട്ട് മധുരം കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് എല്ലായിടത്തും ഒരുപോലെ എത്തണമല്ലോ. അതൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് സേമിയയ്ക്ക് കിട്ടുന്നത്. അത് കാരണം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ സേമിയ പായസം അടിപൊളി സേമിയ പായസം ഇത് റെഡി ആയിട്ടുണ്ട്. മധുരമൊക്കെ നോക്കി കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് 2 കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. നമുക്കിനി ഏലക്കാപ്പൊടി അത് മണത്തിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ചൂടാക്കുക. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് കോരുക. വറുത്തിട്ട് നമ്മുടെ സേമിയ പായസത്തിൻ്റെ മേലിലോട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോപ്പ് ആവത്തില്ല. ആ പാലിൻ്റെ മണം, പാല് വേറെ സേമിയ വേറെ അങ്ങനെ നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവത്തില്ല. അടിപൊളിയായിട്ടുള്ള ഒരു സേമിയ പായസം നമുക്കുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.